ഹേയ്, അസ്സലാമു അലൈക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിശ്വസിച്ചവരായിരിക്കും പിന്നെ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ചില മനുഷ്യർ നിങ്ങളുടെ കൂടെ ഇല്ലാത്തത്? നിങ്ങൾ ആത്മാർത്ഥതയോടെയും സ്നേഹത്തോടെയും സത്യസന്ധതയോടു കൂടെയാണ് ആ മനുഷ്യൻ്റെ അപ്പുറം നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യം ഞാൻ പറയാം. നിങ്ങളും ഞാനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇത് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണമാണ്, മറിച്ച് നമുക്കുള്ള ശിക്ഷയല്ല. അള്ളാഹു നിങ്ങളെ തകർക്കാനല്ല നോക്കിയത്, മറിച്ച് അവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിരുന്നു ഇതെല്ലാം. നിങ്ങൾ അനുഭവിച്ച ആ വേദന അതൊരിക്കലും വെറുതെ വന്നതല്ല. അത് നിങ്ങൾക്കായിട്ട് ഡിസൈൻ ചെയ്തതുപോലെയാണ്, നിങ്ങൾക്കായിട്ട് മാത്രം ഉണ്ടാക്കിയതുപോലെയാണ്. നിങ്ങൾ തിരികെ അള്ളാഹുലേക്ക് വരാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശരിയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പ്യുവറായിട്ട് നിങ്ങൾ അവരെ സ്നേഹിച്ചു, പെട്ടെന്ന് പൊരുത്തു കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാം ചെയ്തിട്ടും സ്റ്റിൽ നിങ്ങൾ വേദനിക്കപ്പെട്ടു. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കാൻ തുടങ്ങും, എന്തുകൊണ്ടാണ് നല്ല ആൾക്കാർ മാത്രം വിഷമിക്കുന്നത്, അല്ലെങ്കിൽ അവർ മാത്രം എന്തുകൊണ്ടാണ് എപ്പോഴും വേദനിക്കുന്നത്? എന്നാൽ നമ്മൾക്കൊന്ന് ചിന്തിക്കാം, ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാട്ടിയും ഏറ്റവും നല്ലതായിട്ടുള്ളത്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്, പലതും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്, സ്വന്തം മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എണ്ണി തീരാൻ പറ്റാത്ത വേദനകൾ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോടും ഒരു പരാതി പോലും പറഞ്ഞിട്ടില്ല, ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. എല്ലാ വേദനകളും ഒറ്റയ്ക്ക് അനുഭവിച്ചു. അതെന്തുകൊണ്ടായിരിക്കും? വൈ എന്നുള്ള ചോദ്യത്തിന് അതിനൊറ്റൊരു കാരണമേ ഉള്ളൂ. നമ്മളിപ്പോൾ സ്വയം ഒരു നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നമുക്കിവിടെ നല്ലത് മാത്രമേ സംഭവിക്കൂ എന്നില്ല. ഈ ലോകത്ത് നമ്മൾക്ക് പല പരീക്ഷണവും നേരിടേണ്ടി വരും. ഇതൊരു ടെസ്റ്റാണ്. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കും. ചിലപ്പോൾ അതൊരു രോഗമാവാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ മക്കളെ നഷ്ടപ്പെടുമ്പോൾ, നമ്മൾ ഒരുപാട് വിശ്വസിച്ച ഒരു വ്യക്തി നമ്മളെ ചതിക്കുമ്പോൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വേദനകൾ നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിച്ചേക്കാം. നമ്മളെ ഖുറാനിൽ സൂറത്തുൽ അൻകബൂത്ത് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ അള്ളാഹുലേക്ക് വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഒരിക്കലും പരീക്ഷണപ്പെടുകയില്ല എന്നുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് അതൊരിക്കലും അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയല്ല. അള്ളാഹു നമ്മളെ പാകപ്പെടുത്തുവാണ് നിറഞ്ഞ ഈമാനോടുകൂടെ തിരികെ അവനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നിങ്ങൾ അനുഭവിച്ച വേദന വെറുതെ ആവുന്നില്ല. ഖുറാനിലൊരു ആയത്തുണ്ട്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, ഒരു അസുഖമോ ഒരു വിഷമമോ അല്ലെങ്കിൽ എന്തൊരു തരത്തിലുള്ള വേദന ആയാലും അതൊരിക്കലും വേസ്റ്റ് ആവുന്നില്ല. അതിന് പകരമായിട്ട് നമ്മളുടെ പാപങ്ങൾ അല്ലാഹു നമ്മൾക്ക് പൊറുത്തു തരും. ഏതൊരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുകയാണെങ്കിലും അതിന് പകരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അല്ലെങ്കിൽ സ്വർഗത്തിൽ നമ്മളുടെ പദവികൾ ഉയർത്തപ്പെടുന്നുണ്ടാവും. നമ്മളെല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവിന് ഒരാൾ ഇഷ്ടമാണെങ്കിൽ, അള്ളാഹു ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ആ വ്യക്തിയെ പരീക്ഷിക്കുന്നതായിരിക്കും. ഒരു പക്ഷേ ആ ഒരു വേദനകളെല്ലാം അനുഭവിച്ചുകൊണ്ട് മാത്രമായിരിക്കും ആ വ്യക്തിയുടെ മനസ്സ്, ആ വ്യക്തിയുടെ ഹൃദയം തിരികെ അള്ളാഹുലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടാവും. ഞാൻ എവിടെയോ ഒരു കോട്ട് വായിച്ചിട്ടുണ്ട്, അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾ, അതായത് നിങ്ങൾ അനുഭവിച്ച വേദനകളിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ കണ്ടെത്താൻ പറ്റുള്ളൂ. അതിനാദ്യം ആ മനസ്സ് മുറിവേൽക്കണം, എന്നാൽ മാത്രമേ അതിലൂടെ ഈമാൻ്റെ വെളിച്ചം, അതായത് അള്ളാഹുവിൻ്റെ വെളിച്ചം നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമുക്ക് നമ്മുടെ ദീനിലേക്കുള്ള വഴി നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും, നമ്മളുടെ റബ്ബിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ റബ്ബിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വേദനകളെല്ലാം അതിന് വേർത്തല്ലേ, അതിന് വിലയുള്ളതല്ലേ? തീർച്ചയായിട്ടും
തൻ്റെ റബ്ബിനെ കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും മനോഹരമായ കാര്യം ഈ ലോകത്ത് പിന്നെ മറ്റെന്താണുള്ളത്? പതിയെ പതിയെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങണം. നിങ്ങൾ ആ വേദനകളിലൂടെയൊക്കെ കടന്നു പോകാൻ അള്ളാഹു തീരുമാനിച്ചതാണ്. അത് നിങ്ങൾ വേദനകളെ ഏറ്റുവാങ്ങാൻ അർഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിന് നിങ്ങളെ അവനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചില സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ചില മനുഷ്യരെ ഒഴിവാക്കും. അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ അള്ളാഹുവിനെക്കാട്ടിയും കൂടുതൽ കണ്ടുപോയിട്ടുണ്ടാവും, അള്ളാഹുവിനെക്കാട്ടിയും കൂടുതൽ സ്നേഹിച്ചു പോയിട്ടുണ്ടാവും. അത് നിങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള ബന്ധത്തിന് തടസ്സമായിട്ടുണ്ടാവും. നിങ്ങൾ വളരാൻ അത് തടസ്സമായിട്ടുണ്ടാവും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷേ അത് നിങ്ങൾക്ക് മോശമായിരിക്കും. ഇത് സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. നമ്മൾ മനസ്സിലാക്കണം, ചില ആൾക്കാർ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവില്ല. അവരെല്ലാം നമ്മൾക്കൊരു പാഠങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ ഓരോ ദിവസവും നമുക്ക് സംഭവിച്ച എല്ലാ കാര്യത്തിനും നമ്മൾ വേദനിക്കുന്നുണ്ടാവും. ശരിയാണ്, ഒരിക്കലും ആ വേദന പെട്ടെന്നൊന്നും മാറില്ല. ഈവൻ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചിട്ടും ഒരുപാട് കാലം കഴിഞ്ഞിട്ടും ആ വേദന മാഞ്ഞു പോയിട്ടില്ലായിരുന്നു. ഈ വേദനയുള്ള അവസ്ഥകളിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ് നമ്മൾ അള്ളാഹുവിനോട് ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിക്കുക. നമ്മൾ എങ്ങനെയാണോ നമ്മൾ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നത്, അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ റബ്ബിനോട് തുറന്നു പറയുക. ചില ആൾക്കാർ നിങ്ങളെ ചതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് പൊരുത്തു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചോദ്യം വന്നു വെച്ചിട്ടുണ്ടാവും, അവരൊരിക്കലും എന്നോട് സോറി പറയാതെ എങ്ങനെയാണ് ഞാൻ അവർക്ക് പൊരുത്തു കൊടുക്കുന്നത്? ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുത്തപ്പെടുക. നമ്മൾ പൊരുത്തപ്പെടുമ്പോൾ നമ്മളുടെ മനസ്സിന് ഒരുപാട് സമാധാനം കിട്ടും. ചിലപ്പോൾ അവർ നിങ്ങളുടെ പൊരുത്തപ്പെടൽ അർഹിക്കുന്നില്ലായിരിക്കാം, പക്ഷെ എന്നാലും നമ്മൾക്ക് വേണ്ടി നമ്മളുടെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ പൊരുത്തം കൊടുക്കുക. ഖുർആനിൽ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, അവർ നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും അള്ളാഹു അറിയാതിരിക്കുന്നില്ല. സോ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നുള്ളത്. എപ്പോഴും അള്ളാഹു നമ്മളെ കൂടെയുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ നമ്മൾക്ക് പിന്നെ ആരെയും ആശ്രയിക്കേണ്ടി വരില്ല എന്നതാണ് സത്യം. സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.